എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിലെ മണി എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നാണ് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. വെൽത്ത് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് മണി ഫോർ ഫ്യൂച്ചർ യൂസ്. ദിസ് ഫംഗ്ഷൻ ഓഫ് മണി ഈസ് റെഫേർഡ് ടു as സ്റ്റോർ ഓഫ് വാല്യൂ. Wealth can be stored in the form of money for future use. This function of money is referred to as store of value. Store of value എന്ന് പറയുന്നത് മണിയുടെ ഒരു ഫംഗ്ഷനാണ്. നമുക്കറിയാം നമ്മുടെ ഈ സമ്പത്ത് അല്ലെങ്കിൽ വെൽത്ത് പല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമുക്ക് പൈസയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഗോൾഡായിട്ട് സ്റ്റോർ ചെയ്യാം. അതിലേറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു വെൽത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫോമാണ് മണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മണിക്കുണ്ട്. അത് ഈ പറയുന്ന പൈസ അല്ലെങ്കിൽ മണിയുടെ ഒരു ഫംഗ്ഷനാണ്. അതാണ് സ്റ്റോർ ഓഫ് വാല്യൂ. അടുത്തത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡാണ്. അത് നമുക്കറിയാം, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന സംഭവമാണ്. ഇറ്റ്സ് എ ഡിമാൻഡ് ഫോർ മണി ആസ് എ സ്റ്റോർ ഓഫ് വെൽത്ത്. ഡിമാൻഡ് ഫോർ മണി ആസ് എ സ്റ്റോർ ഓഫ് വെൽത്ത് എന്ന് പറയുന്നതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. സോ അടുത്ത ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫിയറ്റ് മണി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സോ ഫിയറ്റ് മണിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ലീഗൽ ടെൻഡർ. നമുക്ക് ആദ്യം ലീഗൽ ടെൻഡർ എന്താണെന്ന് നോക്കാം. സോ ലീഗൽ ടെൻഡർ ഇസ് ദ മണി issued by the monetary authority or the government which cannot be refused by anyone. Legal tender is the money issued by monetary authority or the government which cannot be refused by anyone. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യൻ റുപ്പി ഒരു ലീഗൽ ടെൻഡറാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പീനെ ഒരു ലീഗൽ ടെൻഡർ എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ 2 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ മോണിറ്ററി അതോറിറ്റി ആയിട്ടുള്ള RBI ആണ് ഈ പറയുന്ന മണി ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ ഈ ഒരു പൈസ ഒരു കടയിൽ കൊടുക്കുകയാണെങ്കിൽ അത് ലീഗലി അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ആ ഒരു കടക്കാരന് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. ഇറ്റ് കനോട്ട് ബി റെഫ്യൂസ്ഡ്. സോ നമുക്കിനി ഫിയറ്റ് മണി എന്താണെന്ന് നോക്കാം. മണി വിത്ത് നോ ഇൻട്രിൻസിക് വാല്യൂ. ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ഇഷ്യൂഡ് കറൻസി ദാറ്റ് ഈസ് നോട്ട് ബാക്ക്ഡ് ബൈ എ കമ്മോഡിറ്റി സച്ച് എസ് ഗോൾഡ്. സോ ഫിയറ്റ് മണി എന്ന് പറയുന്നത് മണി വിത്ത് നോ ഇൻട്രിൻസിക് വാല്യൂ ആണ്. ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ഇഷ്യൂഡ് കറൻസി ആണ് ദാറ്റ് ഈസ് നോട്ട് ബാക്ക്ഡ് ബൈ എ കമ്മോഡിറ്റി സച്ച് എസ് ഗോൾഡ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി, ഇപ്പോൾ ഒരു 100 രൂപ നോട്ട് എന്ന് പറയുന്നത് ഒരു ഫിയറ്റ് മണിയാണ്. അതിന് പകരമായിട്ട് ഒരു ഗോൾഡ് പോലുള്ളൊരു കമ്മോഡിറ്റി ബാക്ക് ചെയ്തിട്ടല്ല. അതായത് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ വാല്യൂവിനെക്കാട്ടിലും ഒരുപാട് വലുതാണ്. അതായത് 100 രൂപ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ആണ്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ വാല്യൂ, ആ ഒരു നോട്ടിൻ്റെ ശരിക്കുള്ള വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ചിലവായ ഒരു പൈസ എന്ന് പറയുന്നത് 100 രൂപയെക്കാളും ഒരുപാട് താഴെയാണ്. 46ാമത്തെ കൺസെപ്റ്റ് നോക്കിയേ. നാരോ മണി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കറൻസി നോട്ട്സ്, കോയിൻസ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഹെൽഡ് ബൈ ദി പബ്ലിക് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇത്രയും സംഗതികളാണ് നാരോ മണി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കറൻസി നോട്ട് പ്ലസ് കോയിൻസ് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഹെൽഡ് ബൈ ദി പബ്ലിക് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇതിൻ്റെ കമ്പണൻസ് നോക്കി അറിയാം. കറൻസി നോട്ട്സ് ആയിക്കോട്ടെ, കോയിൻസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആയിക്കോട്ടെ, അതെല്ലാം വളരെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള മണിയാണ്. കറൻസി നോട്ട്സ് എന്നാണ് റെഡിലി അവൈലബിൾ ആണ്. ഈ പറയുന്ന കോയിൻസും അതുപോലെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പം വേണമെങ്കിലും ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ പറ്റുന്ന വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. സോ ഈ നാരോ മണി എന്ന് പറയുന്നത് വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു മണിയാണ്. ഇനി നമുക്ക് ബ്രോഡ് മണി എന്താണെന്ന് നോക്കാം. ബ്രോഡ് മണിയുടെ ഭാഗമായിട്ട് നാരോ മണിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും ഉണ്ട്. അതുകൂടാതെ ടൈം ഡെപ്പോസിറ്റ്സ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷൻസ്. സോ ബ്രോഡ് മണി ഈസ് നാരോ മണി പ്ലസ് ടൈം ഡെപ്പോസിറ്റ്സ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് പോസ്റ്റ് ഓഫീസ് സേവിങ് ഓർഗനൈസേഷൻ. സോ ബ്രോഡ് മണി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നൊരു മണി കൺസെപ്റ്റാണ്. അത് ഈ പറയുന്ന നാരോ മണിയും ഉണ്ട്, അതുകൂടാതെ ഈ പറയുന്ന ടൈം ഡെപ്പോസിറ്റ്സും ഉണ്ട്. സോ നാരോ മണിയാണോ ബ്രോഡ് മണിയാണോ കൂടുതൽ ലിക്വിഡ് എന്ന് ചോദിക്കുവാണെങ്കിൽ നാരോ മണി ഈസ് മച്ച് മോർ ലിക്വിഡ് മണി കമ്പയർഡ് ടു ബ്രോഡ് മണി. കാര്യം കുറേ കൂടെ പെട്ടെന്ന് റെഡിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് നാരോ മണി എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.